യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനെ കുറിച്ച് എത്ര തുക ചെലവായി എന്നതിനെ കുറിച്ച് ആർക്കും ഒരു എത്തുപിടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദിവസവും സ്വർണ്ണവില മാറി മറയുന്നത് പോലെ ഒരു ദിവസം ഒരു എമൗണ്ട് വരുന്നു, വേറെ ദിവസം വേറൊരു എമൗണ്ട് വരുന്നു. യഥാർത്ഥത്തിൽ ഇതിനകത്ത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു കൃത്യതയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ നടത്തിപ്പിനെ കുറിച്ച് മാത്രമല്ലെന്നേ, ഇതിന്റെ തുടക്കം മുതലേ ഇതുമായി ബന്ധപ്പെട്ട് അടിമുടി ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തുടക്കത്തിൽ ഉയർത്തിയ പ്രശ്നം എന്താ? എന്തിനാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്? അയ്യപ്പ സന്നിധാനത്തെ ആഗോളതലത്തിൽ അതിനെ പ്രശസ്തമാക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ഒരു PR വർക്കായിരുന്നു. അത് പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള ഒരു PR വർക്കായിരുന്നു. ശബരിമലയിൽ അയ്യപ്പസ്വാമിയുടെ ചെറിയൊരു ചിത്രവും ഈ പിണറായി വിജയന്റെ ഭീമാകാരമായ ചിത്രവും എടുത്ത് ഇവിടെ വിശ്വാസികൾ ഇതിന്റെയൊക്കെ സംരക്ഷകൻ പിണറായി വിജയനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കം. അതുപോലെ വ്യത്യസ്ത സമുദായ സംഘടനകളെ അവിടേക്ക് കൊണ്ടുവന്ന് ആ ഒരു ഹിന്ദുത്വ ഏകീകരണം ഉണ്ടാക്കുകയും അതിന്റെ ചാമ്പ്യൻ പിണറായി വിജയനാണെന്ന് സ്ഥാപിച്ചെടുക്കണം.